ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻ്റ് ഉള്ളൊരു മോഡലാണിത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിക്ടാരയുമായിട്ട് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നൊരു വാഹനമാണ് ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ഹൈറൈഡർ. ടൊയോട്ടയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അവരുടെ 1.5 ലിറ്റർ 3 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സുസുക്കിയുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ 15C എന്ന എഞ്ചിൻ വിത്ത് മൈൽഡ് ഹൈബ്രിഡോടെ ഇതിൽ വരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹൈറൈഡറിൻ്റെ ജി നിയോ ഡ്രൈവ് എന്ന് പറയുന്ന മൈൽഡ് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്സിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുൻഭാഗത്ത് ഇരുവശങ്ങളിലും ട്വിൻ DRLs ആണ് വരുന്നത്. അതിന് താഴെ ഒരു റെക്റ്റാങ്കിൾ ഹൗസിങ്ങിൽ നമുക്ക് LED ഹെഡ് ലാംപ്സും കാണാം. ഫുൾ ബ്ലാക്ക് ലേഔട്ടിൽ വരുന്ന ഹെക്സഗണൽ ഡിസൈനിലുള്ള ഒരു ഗ്രിൽ ഏരിയ വരുന്നുണ്ട്. അതിന് മുകളിൽ ഒരു ടൊപ്പിയാന ബ്ലാക്ക് ഫിനിഷിൽ ടൊയോട്ടയുടെ ബാഡ്ജിയും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം മുകളിൽ റേസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ബോണറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത്. ശരിക്കും മൊത്തത്തിൽ ഈ ഫ്രണ്ട് പോർഷൻ കൊണ്ട് ഹൈറൈഡറിന് ഒരു ക്ലാസ് ലുക്കാണ് വരുന്നത്. വാഹനത്തിൻ്റെ സൈഡ് പോർഷൻ ലുക്സിലേക്ക് വരുമ്പം സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ള വീൽ ആർച്ചസ് കാണാം. അതിലൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 17 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫോൾഡബിൾ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയ ORVMs ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽ റിക്വസ്റ്റ് സെൻസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജി നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ ശരിക്കും റൂഫ് റെയിൽസ് വരുന്നില്ല. ഈ വാഹനത്തിൽ ഇത് ആക്സസറി ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. റിയർ പോർഷൻ ലുക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ കണ്ണിൽ വരുന്നത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. അതിലൊരു Z ഷേപ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് ലൈറ്റ് വേറൊരു സെപ്പറേറ്റ് ഹൗസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഹൈറൈഡറിൻ്റെ ബാഡ്ജിങ്ങും ജി നിയോ ഡ്രൈവ് എന്ന വേരിയൻറ്റ് ബാഡ്ജിങ്ങും ഇതിൽ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കൊരു സ്കിറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും നൽകിയിരിക്കുന്നു. റിയർ ഡിഫോഗറും റിയർ വൈപ്പറും എല്ലാം തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. 373 ലിറ്റേഴ്സിൻ്റെ അത്യാവശ്യം മാസീവായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു 273 മാത്രമേ വരുന്നുള്ളൂ. ബാറ്ററി പാക്കും കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് 60-40 സ്പ്ലിറ്റും അവൈലബിൾ ആണ്. ബൂട്ട് ലാമ്പും അതുപോലെ തന്നെ ചാർജ് ഔട്ട്ലെറ്റും നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറയുമ്പം 4.3 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. 2600 mm ആണ് വീൽ ബേസ്. അതുപോലെ തന്നെ 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് ലഭിക്കുന്നു. ഹൈറൈഡറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പം നമുക്ക് ശരിക്കും ഒരു സെക്കൻഡ് ജെൻ ബ്രിസ ഫീൽ ലഭിക്കും. ആ ഒരു ബ്രിസയിൽ വരുന്ന ഡാഷ്ബോർഡും ഗിയർ ലിവറും സ്റ്റിയറിങ്ങും ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ഷെയർ ചെയ്തിരിക്കുന്നത്. 9 ഇഞ്ചസിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൊരു സിസ്റ്റമാണ്. അത്യാവശ്യം ലോഡഡ് ആണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ്. അതിന് താഴെയായിട്ട് AC വെൻസും ഒരു റോട്ടറി പാനലിനകത്ത് ഒരു ഹസാർഡ് ലൈറ്റും നൽകിയിരിക്കുന്നു. സൈഡിൽ ഡാഷ്ബോർഡൊക്കെ പാഡഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് സൈഡാണ് നൽകിയിരിക്കുന്നത്. അതിലൊരു ഡബിൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം. അത്യാവശ്യം ഭംഗിയുണ്ട് ഈ ഒരു സൈഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ബലേനോയിലും ഫ്രോൺസിലൊക്കെ കണ്ട സെയിം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഏറ്റവും പുതിയ സ്വിഫ്റ്റിലും ഇത് തന്നെയാണ് വരുന്നത്. ടൂഗിൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ ഡിജിറ്റൽ സ്ക്രീനും. അതിന് തൊട്ട് താഴെയായിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. 12 വാൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റും അതുപോലെ ഒരു USB പോർട്ടും നൽകിയിരിക്കുന്നു. എല്ലാ മാരുതീസിലും കാണുന്ന ടൈപ്പ് ഒരു ഗിയർ നോബ്. അതിന് താഴെയായിട്ട് ക്രോം ടിപ്പോട് കൂടിയ ഹാൻഡ് ബ്രേക്ക്. മൂവബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ചെറിയ സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രിസയിലൊക്കെ കണ്ട പോലത്തെ സെയിം ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. മൗണ്ടഡ് കൺട്രോൾസ് ആണെങ്കിലും നമ്മൾ മാരുതിയിൽ കണ്ടുവന്ന മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വാഹനത്തിൽ വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു സൈഡിലായിട്ട് ടാക്കോമീറ്ററും മറ്റേ സൈഡിൽ സ്പീഡോമീറ്ററും വരുന്നു. ഫ്യൂവൽ ഇൻഡിക്കേറ്ററും അനലോഗ് മീറ്ററിൽ തന്നെയാണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ്ങോട് കൂടി IRVMs ആണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ് അല്ല. അതുപോലെ ഡോർ പാർട്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പവർ വിൻഡോ സ്വിച്ചസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMsൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. ഹൈറൈഡറിൻ്റെ റിയർ പോർഷനിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ പോർഷനാണ് ഹൈറൈഡറിനുള്ളത്. അതിൻ്റെ ഡോർ പാർട്സിൻ്റെ സൈഡിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അതിൽ പവർ വിൻഡോ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഉള്ളിൽ റിയർ AC വെൻസ് നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 പവർ ഔട്ട്ലെറ്റും നൽകിയിരിക്കുന്നു. അത്യാവശ്യം കംഫി ആയിട്ടുള്ള സീറ്റ്സ് ആണ് റിയർ സൈഡിൽ വരുന്നത്. 3 ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്. നടുക്കായിട്ട് ആംബ്രസ്റ്റും അതിൽ കപ്പ് ഹോൾഡേഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സൈഡിൽ ടോപ്പിലായിട്ട് റീഡിംഗ് ലൈറ്റ്സും ഗ്രാബ് ഹാൻഡിൽസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എൻ്റെ ഹൈറ്റ് 5'7" ആണ്. എൻ്റെ ഹൈറ്റുള്ളൊരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ലെഗ് റൂമും അതുപോലെ തന്നെ അണ്ടർ സപ്പോർട്ടും ഹെഡ് റൂമും ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനും ഈ ഒരു ബാക്ക് സീറ്റിൽ പറ്റും. ജി നിയോ ഡ്രൈവ് എന്ന വേരിയൻറ്റിൽ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിന് മാരുതിയുടെ K15C എന്ന് പറയുന്ന എഞ്ചിനാണ്. നമ്മൾ ഓൾറെഡി എർട്ടിഗ, സിയാസ്, ബ്രിസ തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം കണ്ടുവന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു നല്ല എഞ്ചിനാണിത്. ഈ എഞ്ചിനുമായിട്ട് മേറ്റ് ചെയ്തിട്ടൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും വരുന്നുണ്ട്.
6000 RPM 102 bhpയും അതുപോലെ തന്നെ 4400 RPM 136.8 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിനുമായിട്ട് മേറ്റ് ചെയ്തൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവർ നൽകിയിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോഴത്തേനും എഞ്ചിന് വ്യത്യാസമുണ്ട്. അതൊരു 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇനി നമുക്ക് ഹൈറൈഡറിൻ്റെ റൈഡിനെ പറ്റി സംസാരിക്കാം. ശരിക്കും ഈ വാഹനം ഫസ്റ്റ് ടൈം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും അങ്ങനെ വലിയൊരു പവർഫുൾ അല്ലാതെ ഒരു പവറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു വാഹനമല്ല. ഈ ഒരു മൈൽഡ് ഹൈബ്രിഡിനെ പറ്റിയാണ് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത്. അതായത് നമുക്ക് കംഫർട്ടായിട്ട് അതുപോലെ തന്നെ ഡ്രൈവ് എൻജോയ് ചെയ്ത് കംഫർട്ടായിട്ട് പോകാൻ വേണ്ടിയുള്ളൊരു വാഹനം. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് അവർ ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പം ഈ ഒരു ക്യാരറ്റിൽ നിന്ന് വണ്ടിയുടെ പവറിനും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു മൈൽഡ് ഹൈബ്രിഡിൻ്റെ കേസിൽ ഈ ഒരു രീതിക്കാണ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിന് കമ്പനി ശരിക്കും ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 21 km/L ആണ്. ഏകദേശം അതിനോട് തന്നെ നമുക്ക് ലൈറ്റ് ഫൂട്ടഡ് ആയിട്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ഫൂട്ടഡ് ആയിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കാല് കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡ്രോപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓടിക്കുന്ന സ്ഥലവും അതുപോലെയാണ്. ഇത് ശരിക്കും സിറ്റി ഏരിയ ഒന്നുമല്ല, ഒരു ഹില്ലി ഏരിയ ആണ്. ഹില്ലി ഏരിയയിൽ ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം വളവുകളും കാര്യങ്ങളും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു റോഡിലാണ് നമ്മൾ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഡ്രോപ്പ് വരും. എന്നാലും നമ്മൾ അത്യാവശ്യം ലൈറ്റ് ഫൂട്ടഡ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂൽ എക്കോണമി ഇപ്പോൾ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻസ് നോക്കുമ്പം ഇതിലും പ്രൈസ് ഏകദേശം നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി യൂസിൽ ഇപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ഹൈബ്രിഡ് അത്രയും ഒരു എഫിഷ്യൻസിയുടെ 27 ആണ് അതിന് ക്ലെയിം ചെയ്യുന്നത്. ഒരു 25 ഒക്കെ നമുക്ക് 25-26 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അത്രയും ഒരു മൈലേജിൻ്റെ ആവശ്യമില്ല. ഓക്കെയാണ്, എനിക്കൊരു 20 അടുത്ത് മൈലേജ് മതി. സെയിം അതേ ബൂട്ട് ഏരിയ, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള കറക്റ്റ് അതേ പ്രൊപ്പോർഷൻസിലുള്ളൊരു വാഹനം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതും പ്രൈസ് കുറച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് മൈൽഡ് ഹൈബ്രിഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം ഇത്രയും ഇതിനെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും, എന്താണ് മൈൽഡ് ഹൈബ്രിഡ്, എന്താണ് മൈൽഡ് ഹൈബ്രിഡ് കൊണ്ട് ഇവരിത് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു സിസ്റ്റം ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന ISG എന്ന് വിളിക്കുന്നൊരു സിസ്റ്റമാണ്. ഇത് ഒരു ലിഥിയം അയൺ ബാറ്ററി, ചെറിയൊരു ലിഥിയം അയൺ ബാറ്ററിയായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം കൊണ്ടുള്ള ഉപയോഗം ഇത് ശരിക്കും ഒരു സ്റ്റാർട്ടർ മോട്ടോർ പോലെ പ്രവർത്തിക്കും. അതായത് വണ്ടി സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ട്രാഫിക് സിഗ്നൽ അങ്ങനെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് എഞ്ചിൻ ഷട്ട് ഡൗൺ ആവുകയും ഇതൊരു സ്റ്റാർട്ടർ മോട്ടോർ പോലെ അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടിയെ തിരിച്ച് റിഫൈൻഡ് ആയിട്ട് തന്നെ ഒരു ജെർക്കിങ്ങും ഇല്ലാതെ സ്റ്റാർട്ടാക്കാൻ ഈ ISGക്ക് സാധിക്കും. ഇത് ശരിക്കും നമ്മൾ വാഹനം സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് വെറുതെ ഫ്യൂൽ ബേൺ ചെയ്ത് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി താഴാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ വേറൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് എഞ്ചിനെ ലോ സ്പീഡിൽ വളരെ മൈനറായിട്ടുള്ളൊരു ടോർക്ക് ബൂസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഈ ISG എന്ന് പറഞ്ഞൊരു സിസ്റ്റം സഹായിക്കും. ഈ രണ്ട് ഫംഗ്ഷനാണ് ശരിക്കും ISG എന്ന സിസ്റ്റം ചെയ്യുന്നത്. മൈൽഡ് ഹൈബ്രിഡിനോടൊപ്പം തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട് തിരിച്ച് ബാറ്ററിയിലേക്ക് ചാർജ് ആവുന്നതും. ഇതുകൊണ്ട് ശരിക്കും നമുക്ക് ഫ്രിക്ഷണൽ ബ്രേക്കിങ്ങിലൂടെ ലോസ് ആവുന്ന വിയർ ആൻഡ് ടിയർ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫും നമുക്ക് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ എഞ്ചിൻ്റെ സൈഡിൽ പറയുമ്പോൾ ഇതത്ര ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു എഞ്ചിനല്ല. ചെറിയൊരു ലെസ് പവർ നമുക്ക് ഈ ഒരു എഞ്ചിന് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇനിഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ മിഡ് റേഞ്ച് ആണെങ്കിലും ചെറിയൊരു ലോസ് ഓഫ് പവർ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു എഞ്ചിൻ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഒരു എന്തൂസിയാസ്റ്റിക് മൈൻഡിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. സാധാരണയായിട്ട് ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. എഞ്ചിൻ ഹൈലി റിഫൈൻഡ് ആണ്. ഒരു തരത്തിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ NVH ലെവൽസും അടിപൊളിയാണ്. സൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഇറിറ്റേഷനും നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്നില്ല. പക്കാ റിഫൈൻഡ് ആണ്. ഈ എഞ്ചിൻ്റെ റിലയബിലിറ്റി ഇത് ഓൾറെഡി വർഷങ്ങളായിട്ട് നമ്മൾ തെളിയിച്ചു, പല വാഹനങ്ങളിലായി ഒരു എഞ്ചിൻ തെളിയിച്ചു കൊടുത്തതാണ്. റിലയബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു എഞ്ചിനിൽ വരുന്നില്ല. സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പം സ്റ്റിയറിങ് അത്രയ്ക്ക് ലൈറ്റും അല്ല, ഒരു 1 ഫിംഗർ ലൈറ്റ് അല്ല. അതുപോലെ തന്നെ എന്നാൽ അത്രയ്ക്ക് ഹാർഡും അല്ല. സ്പീഡ് കൂടും തോറും ചെറിയൊരു ഹാർഡ്നെസ് നമുക്ക് സ്റ്റിയറിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലതാണ്. കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് കിട്ടും. അല്ലാതെ ജഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ പക്കയാണ്. പിന്നെ നമുക്ക് സെൽഫ് സെൻറ്ററിങ് വലിയ കുഴപ്പം. ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ മൗണ്ടഡ് കൺട്രോൾസിൻ്റെ സ്വിച്ചസൊക്കെ നമ്മൾ എല്ലാ മാരുതികളിലൊക്കെ കാണുന്ന അതേ സ്വിച്ചസാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചസാണ്. എല്ലാം ഓക്കെ. ക്ലച്ച് സൈഡിൽ നോക്കുമ്പം അടിപൊളി ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. എൻഡ് ടു എൻഡ് ട്രാഫിക്കിലാണെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലച്ച് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും പക്ക സ്മൂത്താണ്. ഒരു തരത്തിലുള്ള ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല.
സസ്പെൻഷൻ സൈഡിനെ പറ്റി പറയുമ്പം അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലുള്ളൊരു സസ്പെൻഷനാണ്. റോഡിലുള്ള പോത്ത് ഹോൾസ് കാര്യങ്ങളൊന്നും തന്നെ അൺഈവനായിട്ടുള്ള റോഡിലൊക്കെ ഞാൻ ഓടിച്ചു. അങ്ങനെ അത്ര വലുതായ രീതിയിലൊന്നും നമുക്ക് ഇമ്പാക്റ്റ് ഉള്ളിലേക്ക് അറിയുന്നില്ല. വണ്ടിയുടെ സസ്പെൻഷൻ നല്ല രീതിക്ക് അതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കോർണർ എടുക്കുന്ന സമയത്ത് ബോഡി റോൾ അനുഭവപ്പെടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബോഡി റോളുണ്ട്. നമ്മൾ ഹില്ലി ഏരിയസിലൊക്കെ പോകുമ്പം ആ ഒരു ബോഡി റോൾ കാരണം ചെറിയൊരു ഇത് നമുക്ക് വരാനുള്ള ഒരു ക്ഷീണം നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതർവൈസ് ബാഡ് റോഡ്സിലൊക്കെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാം. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് അടി തട്ടും അങ്ങനത്തെ ഭയവും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. ശരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ 4 വീൽസിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡും ബാക്കിൽ നോർമൽ ഡിസ്ക് ബ്രേക്സും ആണ് വരുന്നത്. അത്യാവശ്യം ഹൈ സ്പീഡിലെല്ലാം ഞാൻ ഓടിച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ബ്രേക്ക് ഫെയിലിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നല്ല കോൺഫിഡൻസ് തന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ജി നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ഈ വേരിയൻറ്റിൽ ശരിക്കും 360 ക്യാമറ അവൈലബിൾ അല്ല. ഈ ഒരു വാഹനത്തിൽ നമ്മൾ പർട്ടിക്കുലർ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 30,000 റുപ്പീസാണ് അതിന് കോസ്റ്റ് വന്നത്. പുറത്തുനിന്നല്ല, ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തതാണ്. വലിയ രീതിയിലുള്ളൊരു ക്ലാരിറ്റി ഒന്നും ഇതിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഓക്കെയാണ്, നമുക്ക് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. 360 ക്യാമറ എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, പുറത്തെ ഒരു സാഹചര്യം ഒന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഹെൽപ്ഫുള്ളാണ് ഈ 360 ക്യാമറ. അതിൽ തന്നെ 3D അതുപോലെ 2D നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള ഷോട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റും. ബാക്കി സേഫ്റ്റി സൈഡിൽ 6 എയർ ബാഗ്സ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ESP, ഹിൽ ഹോൾഡ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്നിങ്ങനെയുള്ള നമുക്ക് ബേസിക്കായിട്ട് വരുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഹൈറൈഡറിലേക്ക് വരുമ്പം നമുക്ക് വാറണ്ടി കിട്ടുന്നത്, ടൊയോട്ട നൽകുന്ന വാറണ്ടി 3 ഇയേഴ്സും അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററുമാണ്. ഇതേ സമയത്ത് നമ്മൾ ഗ്രാൻഡ് വിക്ടാരയിലേക്ക് വരുമ്പോൾ സുസുക്കി നൽകുന്ന വാറണ്ടി എന്ന് പറയുന്നത് 2 ഇയേഴ്സും 40,000 അപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് വാറണ്ടി പീരീഡിൽ ടൊയോട്ടയും സുസുക്കിയും തമ്മിൽ വരുന്നുണ്ട്. ഹൈറൈഡറിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പം ഈ നിയോ ഡ്രൈവ് എന്ന് പറയുന്നതാണ് ബേസ് വേരിയൻറ്റ്. ബേസ് വേരിയൻറ്റിന് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചാൽ 13.5 lakhs ആണ്. അതിൽ തുടങ്ങി സ്ട്രോങ് ഹൈബ്രിഡിലെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ബി ഹൈബ്രിഡാണ്. അതിന് 26 lakhs, ഏകദേശം 26 lakhs വരെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയൻറ്റ് ജി നിയോ ഡ്രൈവ് ആണ്. ഇതിന് ഓൺ റോഡ് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 17.5 lakhs ആണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ടോട്ടൽ ഇതിൻ്റെ ഓണർക്ക് കോസ്റ്റ് വന്നത് 18 lakhs ആണ് ഓൺ റോഡ് കോസ്റ്റ് വന്നത്. അതിൽ തന്നെ ഗ്രാഫൈൻ കോട്ടിങ് പോലുള്ള പെയിൻറ്റ് പ്രൊട്ടക്ഷനൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് തന്നെ ഒരു 25,000 30,000 ഇടയിൽ കോസ്റ്റ് വന്നു. അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് വന്നതാണ് അപ്പം 18 lakhs ഓൺ റോഡ് വന്നത്. ശരിക്കും ഇപ്പോൾ ഉള്ളൊരു കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ എടുക്കാൻ പോകുന്ന ആൾ എന്തായാലും ആദ്യം നോക്കുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിളായിരിക്കും. ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ 10 lakh തൊട്ട് ഇപ്പം 10 lakhൽ താഴെ തന്നെ വാഹനം കിട്ടുമെന്നുണ്ടെങ്കിലും റേഞ്ച് കാര്യങ്ങൾ ഇഷ്യൂസ് അങ്ങനത്തെ കുറച്ച് കൺസേൺസ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഹൈബ്രിഡ് എടുക്കാം, എന്നാലൊക്കെ ഒരു പെട്രോൾ വാഹനത്തിലേക്ക് തന്നെ പോകാമെന്നുള്ളൊരു ഇതിലേക്ക് വരും. പിന്നെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം ഇലക്ട്രിക് വാഹനം ആകുമ്പോഴത്തേക്കും അത്രയും പ്രൈസും കൂടുതലായിരിക്കും. ഒരു 17 to 25 വരും ഈ ഒരു സെഗ്മെൻറ്റ് വരുമ്പോൾ. നമുക്ക് നെക്സോൺ EV ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ. ZS EV അതിന് മുകളിലാണ്. നെക്സോൺ EV എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ. അതിന് തന്നെ എല്ലാ വേരിയൻസും ലോങ് റേഞ്ച് വേരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം 20 lakhs എബോവ് ആവും. ആ ഒരു കേസിൽ നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പോകുന്ന കുറച്ച് കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇലക്ട്രിക് വേണമെന്ന് താല്പര്യമില്ല, ഹൈബ്രിഡ് തന്നെ ചൂസ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഈ വാഹനത്തിലേക്ക് പോകാം. ഏകദേശം ഒരു 20-21 കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ലുക്സിൻ്റെ കാര്യത്തിലായാലും യാത്ര ചെയ്യാനുള്ള കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഹൈറൈഡർ ടോപ്പാണ്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ സർവീസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിലാർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണത്. സർവീസിൻ്റെ ഭാഗത്ത് അവർ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ റിലയബിലിറ്റി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മൾ അത്യാവശ്യം PMS കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ, അല്ലാതെ മേജർ സർവീസ് വരുന്ന സമയത്ത് അത്രയും ഓട്ടോ ഉള്ള ആളാണെങ്കിൽ മേജർ സർവീസ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതിനകത്ത് എന്തൊക്കെ റീപ്ലേസ് ചെയ്യണം കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ എത്ര ലാക്ക് കിലോമീറ്റർ അടിക്കാൻ ഈ ഒരു എഞ്ചിൻ കേപ്പബിളാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന റിവൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പവറിലാണ് നമുക്ക് ചെറിയൊരു ലാഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കി എക്യുപ്മെൻറ്റ് വൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം അത്യാവശ്യം എക്യുപ്ഡാണ് വാഹനം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഒരു ഇപ്പം ചൂസ് ചെയ്യാനിരിക്കുകയാണ്, ഈ ഒരു സെഗ്മെൻറ്റാണ്, ഇതാണ് എൻ്റെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വാഹനവും നിങ്ങൾ ഓടിച്ച് നോക്കുക. എല്ലാ വാഹനവും ഓടിച്ച് നോക്കിയിട്ട് അതിന് ശേഷം ഒരു സെക്കൻഡ് ഡിസിഷൻ എടുക്കുക. ശരിക്കും ഫ്യൂവൽ എഫിഷ്യൻസി ഒന്നും വലിയ കാര്യമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെൽട്ടോസ് അതുപോലെ ക്രെറ്റ ഒക്കെ ഈ സെഗ്മെൻറ്റിലുണ്ട്. അപ്പം എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒരു വണ്ടിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഹൈറൈഡറിനെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.